അവൻ എഴുന്നേറ്റ് പോയതും അവളും അവന്റെ പുറകെ പതിയെ എഴുന്നേറ്റു. ജാൻ വേഗത്തിൽ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയതും ഒന്നും അടിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി പതിയെ അവളും സ്റ്റെപ്പ് കയറി. മുകളിലെത്തിയ നിമിഷം ആരോ വന്ന് അവളുടെ ദേഹത്തേക്ക് ശക്തിയിൽ ഇടിച്ചു. അവളൊന്ന് പിന്നിലേക്ക് വേച്ചുകൊണ്ട് ഒരു ഞെട്ടിലോടെ മുഖമുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന ആദിത്യനെ കണ്ടതും അവളുടെ മുഖം ചുളിഞ്ഞു. ഓ സോറി, ഞാൻ കണ്ടില്ല. വേദനിച്ചോ നീലാംബരി കുട്ടിക്ക്? എവിടെയാ ഒരു വഷളം ചിരിയോടെ അവൾ അടിമുടി നോക്കി ആദിത്യം പറഞ്ഞു തുടങ്ങിയതും നീലാംബരിയുടെ കൈത്തണ്ടിൽ പിടിച്ച് ഒരുവൻ അവളുടെ ദേഹത്തേക്ക് ചേർത്ത് വെച്ചിരുന്നു. മുന്നിൽ വലിഞ്ഞു മുറുകിയ മുഖമായി നിൽക്കുന്ന ജാനെ കണ്ട ആദിത്യനൊന്ന് പരിങ്ങി. ജാൻ, ഞാൻ കണ്ടില്ല. പെട്ടെന്നറിയാതെ നീലാംബരി ജയശിവനാഥ മേനോൻ, അതാണ് ഇവിടെ പേര്. വേറെ വാലും തലയൊന്നും ആദിത്യം ചേർക്കണമെന്നില്ല. ദേഹത്ത് വന്ന് മുട്ടിയെങ്കിൽ സോറി പറഞ്ഞ ശേഷം മുഖം കുനിച്ച് നടന്നു പോണം. അല്ലാതെ നിന്റെ അമ്മയുടെ വേണ്ട. ജാൻ ദേഷ്യത്തോടെ നിശ്വസിച്ചു. മിസ്സിസ് ശ്രീനിവാസന്റെ കുടുംബ മഹിമ നീ എന്റെ വൈഫിന്റെ അടുത്ത് ഇറക്കണ്ട. ഇറക്കിയ ഈ ജാനാരാണെന്ന് നീ അറിയും. ഇത് നിനക്കായി എന്റെ ലാസ്റ്റ് വാണിംഗ്. ഇനിയൊരു പറച്ചിലുണ്ടാവില്ല. അതും പറഞ്ഞ അവളെയും കൊണ്ട് ജാൻ റൂമിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. ആദിത്യനെ മുഷ്ടിയിട്ടുണ്ടു. മിസ്റ്റർ ജയ്ശിവനാഥ് മേനോൻ, നിന്നെ താമസിയാതെ ഞാൻ ഒരിടത്തേക്ക് പറഞ്ഞു വിടും. ആവണിക്ക് പോലും സ്വപ്നം കാണാൻ നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അപ്പോഴാ നിന്റെ ഭാര്യ നീലാംബരിക്ക്. ഹോസ്പിറ്റലിൽ തന്റെ ഓഫീസ് റൂമിൽ ചേർന്നുള്ള പ്രൈവറ്റ് റൂമിലായിരുന്നു ശ്രീ പാർവതി. ഏത് നിമിഷമാണ് ശോഭന ടീച്ചർ സരേഷം വിട്ട് ഉണരുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മാൻഷനിലേക്ക് പോവാതെ ശ്രീ കാത്തിരുന്നു. ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ബാക്കി കൂടി അറിയണമെന്നുള്ളത് ശ്രീക്ക് നിർബന്ധമായിരുന്നു. ശോഭന ടീച്ചറുടെ ആയുസിനു വേണ്ടി ശ്രീ പ്രാർത്ഥിച്ചു.